മുസാഫർ നഗറിൽ കൻവാർ യാത്ര കടന്നു പോകുന്ന വഴികളിലെ കച്ചവടക്കാർ കടകളിൽ തങ്ങളുടെ പേരുകൾ എഴുതിയ ബോർഡ് പ്രദർശിപ്പിക്കണമെന്ന ഉത്തർപ്രദേശ് സർക്കാരിന്റെ വിവാദ ഉത്തരവിനെതിരെ പ്രതിഷേധം ഉയരുകയാണ്. ബി.ജെ.പി. സർക്കാരിന്റെ ഈ വൃത്തികെട്ട ചിന്താഗതിക്കു നേരെ പ്രതിഷേധിക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ വേറിട്ട പ്രതിഷേധത്തിലൂടെയാണ് യോഗി സർക്കാരിന്റെ വിവാദ ഉത്തരവിനെ നേരിടുന്നത്. അതിന്റെ ഭാഗമായി മുസാഫർ നഗറിലുടനീളം ഉത്തരവിനെതിരെ സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും സന്ദേശം വിളിച്ചോതുന്ന പോസ്റ്ററുകൾ പതിച്ചു. മുഹബത്തിന്റെ കടയിൽ ഹിന്ദു മുസ്ലിം വേർതിരിവില്ല എന്നാണ് പോസ്റ്ററിൽ എഴുതിയിരിക്കുന്നത്. സർക്കാരിന്റെ കൊടും വിദ്വേഷത്തിനെതിരെ 3 ദിവസത്തെ പ്രചരണമാണ് കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്നത്. കടകളിലും ഉന്തുവണ്ടികളിലും പോസ്റ്ററുകൾ പതിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കൻവാർ യാത്രയുമായി ബന്ധപ്പെട്ട ഇടങ്ങളിൽ. പോസ്റ്ററിൽ രാഹുൽ ഗാന്ധിയുടെ ചിത്രവുമുണ്ട്. പ്രാദേശിക കോൺഗ്രസ് നേതാവ് ഇർഷാദുല്ലയുടെ നേതൃത്വത്തിലാണ് ഈ വേറിട്ട പ്രതിഷേധം തുടങ്ങിയത്. യു.പി. സർക്കാരിന്റെ ഉത്തരവ് ഭരണഘടനയ്ക്കെതിരെയും ജനാധിപത്യ വിരുദ്ധവുമാണെന്ന് ഇർഷാദുല്ലയും മറ്റൊരു കോൺഗ്രസ് നേതാവ് അബ്ദുൽ കലാം ആസാദും പ്രതികരിച്ചു. ഹിന്ദു മുസ്ലിം സംസ്കാരങ്ങൾക്കും എതിരാണിത്. രാജ്യത്ത് വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ സ്നേഹവും സാഹോദര്യവും ഐക്യവും വളർത്തുന്ന സംഭാഷണങ്ങളാണ് വേണ്ടത്. അല്ലാതെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും വേർപിരിക്കാൻ ശ്രമിക്കുകയല്ല വേണ്ടതെന്നും ഇരുവരും പറഞ്ഞു. വിവാദ ഉത്തരവ് ഉടൻ പിൻവലിക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കൻവാർ യാത്രയിൽ പങ്കെടുക്കുന്ന തീർത്ഥാടകർക്കു നേരെ മുസ്ലിം സഹോദരങ്ങൾ പുഷ്പാഭിഷേകം നടത്താറുണ്ട്. വെള്ളവും സർബത്തും ഭക്ഷണവും നൽകിയാണ് അവർ തങ്ങളുടെ സഹോദരങ്ങളെ സ്വീകരിക്കാറുള്ളത്. എന്നാൽ ഈ സാഹോദര്യം തകർക്കാനാണ് യോഗി സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും അവർ തുറന്നടിച്ചു. അതേസമയം യു.പി. സർക്കാരിന്റെ ഉത്തരവ് മുസ്ലിം വ്യാപാരികളെ ലക്ഷ്യം വെച്ചുള്ളതാണെന്നും ഇത് കച്ചവടത്തെ സ്വാധീനിക്കുമെന്നുമുള്ള വിമർശനങ്ങൾക്ക് നേരത്തെ ഇടയാക്കിയിട്ടുണ്ട്. സംഭവത്തിൽ NDA അംഗങ്ങളും പ്രതിപക്ഷ നേതാക്കളും ഉൾപ്പെടെ വിവിധ പാർട്ടികളിലെ രാഷ്ട്രീയ നേതാക്കൾ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. തൃണമൂൽ കോൺഗ്രസ് നേതാവും MP-യുമായ മഹുവ മൊയ്ത്രയും യു.പി. സർക്കാരിന്റെ ഉത്തരവിനെതിരെ ഹർജി നൽകിയിരുന്നു. ഇതിനിടയിൽ ഭക്ഷണത്തിൽ ഉള്ളിയുടെ കഷ്ണങ്ങൾ കിട്ടിയതിന് ഹോട്ടൽ തല്ലി തകർത്തിരിക്കുകയാണ് കാവഡ് തീർത്ഥാടകർ. മുസാഫർ നഗറിൽ ഡൽഹി ഹരിദ്വാർ ദേശീയ പാതയ്ക്ക് സമീപത്തെ തൗഹു കെ വാല ഹരിയാൻവി ടൂറിസ്റ്റ് ധാബയാണ് തീർത്ഥാടകർ തകർത്തത്. കഴിക്കാൻ കൊണ്ടുവച്ച കറിയിൽ ഉള്ളിക്കഷ്ണം കണ്ടെന്നും പറഞ്ഞ് തീർത്ഥാടക സംഘം ഹോട്ടലിലെ ജീവനക്കാരെയും പാചകക്കാരനെയും മർദ്ദിക്കുകയായിരുന്നു. കടയിലെ ഫർണിച്ചറുകളും ഫ്രിഡ്ജും ഉൾപ്പെടെ സംഘം തകർത്തു. ശിവഭക്തർ ലളിതമായ ഭക്ഷണം കഴിക്കുന്നവരാണെന്നും കറിയിൽ ഉള്ളി കണ്ടാൽ അവർ അസ്വസ്ഥരാകുമെന്നും ചാപ്പർ പോലീസ് സ്റ്റേഷൻ ഓഫീസർ റോജൻ ത്യാഗി പറഞ്ഞു. കാവഡ് തീർത്ഥാടകർ ഉള്ളി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തില്ലെന്ന കാര്യം തങ്ങൾക്കറിയില്ലെന്നും ആശയക്കുഴപ്പം കാരണമാണ് ഇത് സംഭവിച്ചതെന്നും ഹോട്ടൽ ഉടമ പ്രമോദ് കുമാർ യോഗി സർക്കാരിനെ ഭയന്ന് പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞു. യോഗിയുടെ ഇത്തരം ചെയ്തികളാണ് യു.പി.യിലെ പരാജയത്തിന് പിന്നിലെന്ന് നിസ്സംശയം പറയാം. യു.പി.യിൽ മാത്രമല്ല മധ്യപ്രദേശിലെ ഉജ്ജയിനിയിലും സമാനമായ ഉത്തരവുകൾ സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ്.